പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ആസ്പെക്റ്റുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റ ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച് പാൻ ഇന്ത്യൻ സെൻസേഷൻ ആയിട്ടുള്ള ഒരാൾ. അത് ഞാൻ ഈ പടത്തിന് വേണ്ടി വെച്ചിരുന്ന ഇങ്ങനെ ആ പടത്തിനുണ്ടായി അതിന് ഗുണമായി. അത് പക്ഷേ ഈ പടത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. അത് തന്നെ ഇങ്ങനെ മിസ്റ്റേക്ക് അല്ലേ? തോൽവിയാണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് തോൽവിയാണ്. ആർട്ടിസ്റ്റ് വരുന്നില്ല, ആർട്ടിസ്റ്റിനെ കിട്ടും. അതിനെക്കുറിച്ചുള്ള കുറച്ച് കുറ്റങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. ഇങ്ങോട്ട് എന്താണോ പറയണത് അതായിരിക്കും. സ്റ്റാർ ഡയറക്ടർ ഒന്നും ഇല്ലാത്ത സിനിമകളാകുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് കോണ്ടന്റ് ആണ്. സ്റ്റാർ ഡയറക്ടർ അല്ല തെറ്റിദ്ധാരണ വിട്ടേ. ഇതിന്റെ പ്രൊമോഷൻ നമ്മൾ ആക്ച്വലി തുടങ്ങുന്നുള്ളൂ ഇപ്പൊ 10-ാം തീയതി. അപ്പൊ നമ്മൾ രണ്ടുപേരെ ലാലേട്ടന്റെ പടമാണല്ലോ. 10 ദിവസം മുമ്പ് പ്രൊമോഷൻ തുടങ്ങിയിട്ട് ആളുകൾ അടിച്ചു കയറ്റാൻ. അവസാനം ഞാൻ ഇയാളെ സ്വാധീനിച്ചു. എങ്ങനെ സാധിച്ചറിയോ? ഇങ്ങനെ പോസിറ്റീവ് പറഞ്ഞില്ല, ആ ആക്ടറുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട്. അല്ല ഞാൻ വേറൊന്നും അല്ല, ആ ആക്ടർ മൈൻഡ് ബ്ലോയിങ് ആണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ആക്ടർ 365 ദിവസം ഷൂട്ട് ചെയ്യും. ഒരു കാഫ്താനാണ് ഡ്രസ് ഉള്ളത്. അപ്പൊ അതിലൊക്കെ ഒരു കൊല ഇതുപോലും അറിയാത്ത ഒരു ആക്ടറെ വെച്ച് ഞാനൊരു സിനിമ ഉണ്ടാക്കി. ആദ്യത്തെ 2 ദിവസമൊക്കെ ആളുകൾ വരെ എന്തായാലും മജുവിൻ്റെ പടം കാണാനായിരിക്കും. ഈ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആരും സിനിമ കാണാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അവരെല്ലാവരും അങ്ങനെ പ്രൂവ് ചെയ്ത ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാനിപ്പോൾ ഈ അപ്പൻ പ്രൂവ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന തമാശയാണെന്ന് അറിയാം. മജുവിന്റെ സീരിയസ് കൂടാ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു നിവിനെ നമ്മൾ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും കാണുന്നുണ്ട്. നിവിൻ കൊടുത്തിട്ടുള്ള കോൺസ്റ്റന്റ്ലി ഹിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിൽ വേറൊരു യുവനടനും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടിന്യൂസ് ഹിറ്റ്സ്, ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് ചെയ്ത ആളാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിൽമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പെരുമാനി എന്ന സിനിമ മെയ് 10-ാം തീയതി റിലീസാണ്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പറയാനായിട്ട് വി ഹാവ് ദ ഡയറക്ടർ മജു, രാധിക ആൻഡ് വിനി ഫുഡ്സ്. 3 പേർക്കും താങ്ക് യു. ഈ എൻ്റെ പരിപാടിക്ക് ഭയങ്കര ഡെഡ്ലി കോമ്പോ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ തോന്നാൻ കാരണം ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ഭയങ്കര ഇന്ററാക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് എനർജറ്റിക് ആണ്. നമ്മൾ വേറെ ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്തില്ല. അതായത് ഇവര് രണ്ടുപേരും കൂടെ എന്നെ റോസ്റ്റ് ചെയ്യും, പരസ്പരം റോസ്റ്റ് ചെയ്യും. ഈ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്നാണ്, വേറൊരു ഇന്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചു. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു പരമോന്നതമായിട്ടുള്ള ഉദ്ദേശം രാധികനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അവസാനമാകുമ്പോഴേ തന്നെ പറയണം. അല്ല, ഈ അപ്പൻ സിനിമയുടെ സെറ്റില് അധികാരോടും മറ്റേ ഭയങ്കര അടുപ്പവും വേണ്ട, നമുക്ക് ക്യാരക്ടർ അങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടിരുന്ന ഒരു ഡയറക്ടറാണല്ലോ. ഇതിലേക്ക് വന്നപ്പോ എന്താ പറഞ്ഞത് ശരിക്കും? ഇതിലേക്ക് വന്നപ്പോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും അന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടായില്ല. ഇതിലൊന്നും പറഞ്ഞില്ല. ഇതിലങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് കാരണം ഈ ക്യാരക്ടറിന്റെ ഒരു മാനറിസം അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഏകദേശം ഞാൻ എൻ്റെ ലൈഫിലുള്ള പോലത്തെ കാര്യങ്ങളൊക്കെയാണ്, ഞാൻ റിയൽ ലൈഫിൽ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വേൾഡ് ക്രിയേഷൻ ആണല്ലോ ശരിക്കും ഒരു പരിപാടി. കാരണം ഈ അപ്പനിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും പെരുമാനിയിലാണെങ്കിലും ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ ആക്ടേഴ്സിനെക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടി. ശരിക്കും എന്താ ആദ്യം ഉണ്ടാവുക ആ പ്രോസസ്സില്? വേൾഡ് ആണോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്? ഉറപ്പായിട്ടും വേൾഡ് തന്നെയാണ്. അല്ല, ഇപ്പൊ ഈ പെരുമാനിയുടെ കേസിൽ മറ്റേ അപ്പനിലാണെങ്കിൽ അപ്പൻ തന്നെയായിരുന്നു, അപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷേ പെരുമാനിയിലേക്ക് വരുമ്പം ഉറപ്പായിട്ടും ഒരു വേൾഡ് തന്നെയായിരുന്നു. ഒരു ഗ്രാമം, പെരുമാനി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം തന്നെയായിരുന്നു മനസ്സിൽ. അത് എവിടെ നിങ്ങളൊക്കെ വായന നിന്ന് കിട്ടിയ ഒരു ഗ്രാമമായിരിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കഥ കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ഈ ആക്ടേഴ്സിനെ ഭയങ്കര പണിയെടുപ്പിക്കുന്ന ആളൂടെയാണല്ലോ ഈ റീടേക്കുകളൊക്കെ. ശരിക്കും പണിയെടുപ്പിച്ചിട്ട് വലിയ കാര്യമില്ല. അതല്ല, മജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആക്ടേഴ്സിന് ഭയങ്കര ഒന്ന്, ഒരു ആക്ടറിന്റെ ലക്ഷറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. മജുവിനെ കുറിച്ചുള്ള കുറച്ച് കുറ്റങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. പക്ഷെ ആദ്യം ഞാൻ നല്ല പറയാം. അതായത് മറ്റേ ഇങ്ങോട്ട് എന്താണോ പറയണത് അതായിരിക്കും. പെരുമാനിയുടെ മൈൻഡ് ബ്ലോയിങ് സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവൽ വായിക്കുന്ന പോലെ ഞാൻ ഇയാളെ എനിക്ക് അയച്ചു തന്ന് ഒരൊറ്റിരിപ്പിന് ഇരുന്ന് വായിച്ച് തീർത്ത്. അത്രയ്ക്ക് വെൽ റിട്ടൺ ആണ്. പിന്നെ
പല റൈറ്റേഴ്സിന് പല സ്ട്രെങ്ത് ഉണ്ട്. അതേപോലെ മജുവിന്റെ സ്ട്രെങ്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറൊരു പ്രൊജക്റ്റിൽ ഒരുമിച്ചിരുന്ന് കൊറോണക്ക് മുമ്പ് ഞങ്ങളത് ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞൊരു 3-4 വർഷം ഈ വീടിന്റെ എല്ലാമായ അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഷംസുവാണ് എന്നെ മജുവിനെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഞങ്ങൾ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ മജുവിന്റെ 2-3 തിരക്കഥകൾ വായിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ വേൾഡ് ക്രിയേറ്റ് ചെയ്യില്ലേ, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള, ഭയങ്കര കൾച്ചറലി റിച്ച് ആയിട്ടുള്ള, നല്ല ഡീറ്റെയിലിംഗ് ഉള്ള റൈറ്റിംഗ് ആണ് ഞാൻ. അപ്പൊ അത് ആക്ടേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മറ്റൊന്നും കൂടെ പറ, ഏതാണ് മലയാളത്തിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല റൈറ്റർ? ഞാൻ ഒരിക്കലും പറയില്ല. അത് ഇയാള് ആ ഒരു പരിപാടിയുണ്ട്. ആക്ടേഴ്സിന് റീടേക്കുകളോ ഒന്നുമില്ല. എനിക്ക് മജു ആസ് എ ഫ്രണ്ട്, ആസ് ആൻ ആക്ടർ, എനിക്ക് ഇനിയും മജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ മജുവിനെ റീടേക്കിന്റെ ഈ പെരുമാന് വലിയ സിനിമയാണ്. ഇപ്പൊ നിങ്ങൾ പുറത്തു നോക്കുമ്പോൾ വലിയൊരു സ്റ്റാർ, ഭയങ്കര സ്റ്റാർ കാസ്റ്റ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ഇത് വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഇതൊരു 70ഓളം ഡയലോഗ് പറയുന്ന, അതിൽ മെജോറിറ്റി പുതിയ ആളുകളെ വെച്ചിട്ടൊക്കെ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഒരു റീടേക്ക് പോകാനുള്ള ലക്ഷറി ഇയാൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ റീടേക്കുകളല്ല പുള്ളിയുടെ പരിപാടി. പിന്നെ ഒരു സീന് നമ്പർ ഓഫ് ഷോട്ട്സ് കുറവായിരിക്കും. കാര്യം പുള്ളിക്ക് ക്ലാരിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് വെൽ റിട്ടൺ ആണ്. ഈ വേൾഡ് ക്രിയേഷനും ഇപ്പൊ പെരുമാനി എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ മ്യൂസിക് എന്തായിരിക്കും, അവരുടെ വസ്ത്രധാരണ രീതി എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും മുടി വെട്ടുന്നത്, അവരുടെ മീശ, താടി, അങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബീങ് എ റൈറ്റർ ഈ പറയുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു പരിപാടി മജുവിന്റെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. ഈ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് പടത്തിന് പുഷ് ചെയ്യുന്നുണ്ടല്ലോ. തോൽവിയാണ് പ്രൊമോഷൻ വേണ്ടിട്ട്, തോൽവിയാണ്. ആർട്ടിസ്റ്റ് വരുന്നില്ല, ആർട്ടിസ്റ്റിനെ കിട്ടും. അല്ലല്ല, പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ആസ്പെക്റ്റുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റ ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച് പാൻ ഇന്ത്യൻ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്ത പുള്ളിയാണ്. അപ്പൊ അതിന്റെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പ്രൊമോഷൻ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓടി ഇറങ്ങുന്ന ആളാണ്. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ പുള്ളിനെ വിളിച്ച ഫോൺ എടുക്കൂലോ. സ്വന്തം പടം, വേറൊന്നും കൊണ്ടല്ല, പുള്ളിനെ ക്രിയേറ്റീവ് ആസ്പെക്ട് പുള്ളി നോക്കണം. പിന്നെ ഇപ്പൊ എല്ലാം പുള്ളി നോക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും. പിന്നെ ഫോൺ പൊതുവെ എടുക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പുള്ളി തോൽവിയാണെന്നുള്ള അഭിപ്രായമാണ്. അല്ല, കാര്യം എന്താണെന്ന് അറിയോ, ഞാൻ ഭയങ്കര ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇപ്പൊ ടീസർ, ട്രെയിലർ എല്ലാം ഭയങ്കര കോണ്ടന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ടാലന്റ് വൈസും കോണ്ടന്റ് വൈസും ഇയാളുടെ സിനിമയും അല്ലെങ്കിൽ പരിപാടി ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമ്മൾ നല്ല കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വലിയ സ്റ്റാർ പവറോ അല്ലെങ്കിൽ സ്റ്റാർ പ്രൊഡ്യൂസറോ സ്റ്റാർ ഡയറക്ടറോ ഒന്നും ഇല്ലാത്ത സിനിമകളാകുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് കോണ്ടന്റ് ആണ്. സ്റ്റാർ ഡയറക്ടർ അല്ല, തെറ്റിദ്ധാരണയ്ക്ക് വിട്ടേക്ക്. അപ്പോ അതുകൊണ്ടിട്ട് നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രൊമോട്ട് ചെയ്യണം. അത് ഇതുവരെ നടന്നിട്ടില്ല, ഇനിയും നടക്കുന്നതാണ് സാർ പറയുന്നത്. ആദ്യമൊക്കെ എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ എന്ത് പറയാലും മൈച്ചേട്ടന്റെ കൂടെയാ, ക്യാമറയുടെ മുന്നിൽ എന്ത് പറഞ്ഞാലും ഞാൻ മൈച്ചേട്ടന്റെ കൂടെയാ. അല്ലല്ല, വിനയ് പറയുന്ന കുറെ കാര്യങ്ങൾ ശരിയാണ്. ഫോൺ എടുക്കാത്തൊക്കെ അല്ല, ഫോൺ എടുക്കാത്തല്ല, ഫോൺ എടുക്കാറുണ്ട് വിനയ്. അതല്ല പ്രശ്നം എന്താ വെച്ചാല്, ഇതിന്റെ പ്രൊമോഷൻ നമ്മൾ ആക്ച്വലി തുടങ്ങുന്നുള്ളൂ ഇപ്പൊ 10-ാം തീയതി. അപ്പൊ നമ്മള് രണ്ടുപേരെ നമ്മൾ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ട്, വൈശാഖിനെയും. കഴിഞ്ഞ ഇന്റർവ്യൂന് ഞാൻ, ലുക്മാൻ, സണ്ണി, നവാസ്, പാവപ്പെട്ടവൻ നവാസ് അല്ലാണ്ട് കുറച്ച് ഇങ്ങനെ കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നൊരുത്തിനോട് കൊണ്ടുകൊണ്ട് 4 പേരോടും പറയാണ്, നിങ്ങളുടെ പോകാൻ കൊണ്ട് ഒരാൾ തിയേറ്ററിൽ വരില്ല, എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ആളുകൾ തിയേറ്ററിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരാളാണ് ഞാൻ. അല്ല, അന്നത്തെ ഈ ബോസങ്കോടെ പ്രസ് മീറ്റിനാണല്ലോ ശരിക്കും അത് ഞാൻ ഈ പടത്തിന് വേണ്ടി വെച്ചിരുന്നത്. ഇങ്ങനെ ആ പടത്തിനുണ്ടായി, അതിന് ഗുണമായി അത്. പക്ഷെ ഈ പടത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല, അത് തന്നെ ഇങ്ങനെ മിസ്റ്റേക്ക് അല്ലേ? ലുക്ക് ബോസാൻ ഗോ കൊണ്ടേ കൊടുത്തു. പക്ഷെ അന്ന് മൊത്തം ചോദിച്ചില്ല മജുവിന്റെ പടം. ഞാൻ ബോസാൻ ഗോലും പ്രൊമോട്ട് ചെയ്ത് ഏത് പടം എന്നറിയാം. ആ ടൈമിന് ഇയാള് ഭയങ്കര ടാലന്റഡ് ഒക്കെയാണ് സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയാണ്.
ഞാൻ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പറയാം, അതായത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഫോട്ടോന്നൊക്കെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും പറയാം. ഇല്ലത് മറ്റേ ലുക്ക് എക്സാക്ട്ലി ഇയാൾ ഡിസൈൻ ചെയ്താണ്. അതിന്റെ ലുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്നെ ഇയാൾ കാസ്റ്റ് ചെയ്തിരുന്നില്ല. ശരിക്കും ഇയാൾ എന്നെ ആദ്യം അപ്രോച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആദ്യം എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്, ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഈ സാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യം. എനിക്ക് ഓർമ്മയുണ്ട്, ഇദ്ദേഹം ഒരു ടീസറും ഒക്കെ അന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. ലെങ്തി ഒരു 3 മിനിറ്റുള്ള സാധനം ഷൂട്ട് ചെയ്തു, അതൊക്കെ ചെയ്തു. അതിനൊക്കെ മിടുക്കനാ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു പ്രൊജക്ടിലേക്ക് ലാൻഡ് ചെയ്തു, കേമി എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഞങ്ങൾ 3-4 വർഷം വർക്ക് ചെയ്തു ഒരുമിച്ച്. അതിനുശേഷം ഈ സിനിമയുടെ പ്രൊജക്ട് ആയി കഴിഞ്ഞപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്തിട്ടില്ല മുതലാളി. ഞാൻ വെറുതെ എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, ഞാൻ PR 1 പരാജയമുണ്ട്. ഞാൻ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ എന്തോ മജുവിൻ്റെ ഓൺലൈൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ വിളിച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫോൺ എടുക്കും. അതിന് മുമ്പ് നമ്മൾ വഴക്കിട്ടിരിക്കാനാണ്. കാര്യം ഇയാൾ ഫോൺ എടുക്കാത്തതിന്റെ വിയോജിപ്പ് കൊണ്ടിട്ട് ഞാൻ വിളിച്ചിട്ട് മജു എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. എന്ത്, ഞാൻ സിനിമയെ കുറിച്ചല്ല ചോദിക്കുന്നത്, ജീവിതത്തിൽ എന്താണെന്നല്ല. അഭിനയം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ആലോചിക്കുന്നുണ്ട്, ലുക്കും ഈ ഒരു ആക്ടറിനെ വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര നാൾ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ട് ഞാനില്ലല്ലേ വെച്ചതെന്ന്. ഇനി ഇതേപോലത്തെ 2 ക്യാരക്ടേഴ്സാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തനിക്ക് താല്പര്യം ഉണ്ടാവുമെന്നൊക്കെ ഓൾറെഡി ആദ്യം തന്നെ അപ്രോച്ച് ചെയ്ത് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം സിനിമയായി കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ വേറൊരാൾക്ക്. അവസാനം ഞാൻ ഇയാളെ സ്വാധീനിച്ചു. ഞാൻ പറഞ്ഞു മജു താൻ ആലോചിക്കും. എങ്ങനെ സാധിച്ചറിയോ? ഇങ്ങനെ പോസിറ്റീവ് പറഞ്ഞല്ല, ആ ആക്ടറുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, ആ ആക്ടർ മൈൻഡ് ബ്ലോയിങ് ആണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ആക്ടർ 365 ദിവസം ഷൂട്ട് ചെയ്യും. 365 ദിവസം ഷൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു മജു, ഞാൻ അധികം സിനിമ ചെയ്യില്ല. ഞാൻ തൻ്റെ സിനിമയിൽ വർക്ക് ചെയ്താൽ ഞാൻ തൻ്റെ സിനിമ മാത്രം ചെയ്യും. താൻ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പണിയെടുക്കും. ഞാൻ കഴിവിന്റെ പരമാവധി പണിയെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാരക്ടർ നന്നാവും. അപ്പൊ ഞാനുള്ള സീൻസ് നന്നാവും. അതിലൂടെ ബാക്കിയുള്ളവരൊക്കെ കൂടി പണിയെടുത്ത് സിനിമ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ സ്വാധീനിച്ച് ഒരു കണക്കിന് ഞാൻ ഇടിച്ചു കയറി വേണ്ടി. അയ്യോ രാധിക, എന്റെ ഈ പറഞ്ഞ പോലെ മജേട്ടൻ അല്ല, ഈ പറഞ്ഞ ഷംസുമാണ് എന്നെ വിളിച്ചേ. അപ്പൊ വിളിച്ചപ്പോ അപ്പൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വലിയ പ്രോജക്റ്റ് ഒന്നും, നല്ല വലിയ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ത്രൂ ഔട്ട്, അല്ലെങ്കിൽ കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോലെ അപ്പൊ ചെയ്തില്ല. അതിനു മുമ്പ് 2 സിനിമയിൽ വിളിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ കൊടുക്കുന്നു. പറ്റിച്ചു. അപ്പൊ എന്നെ ഷംസു ഇങ്ങനെ വിളിച്ചിട്ട് മജേട്ടന്റെ പടമൊന്നും പറയില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരധികം നമുക്കൊരു ചെറിയ പടമാണ്, അതിലൊരു ചെറിയ വേഷമുണ്ട്, ഒന്ന് നീ വന്ന് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കണത് ചെറിയ പടമാണ്, ചെറിയ പടം എന്നുള്ളതല്ല, അതില് ചെറിയൊരു ക്യാരക്ടറാണെന്നും കൂടെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതിപ്പോ ചെയ്യണോ, ഇനി കുറച്ച് ലെങ്തി ക്യാരക്ടേഴ്സ് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു ഇതിൽ ഞാൻ പറയണ, ഞാനില്ല, എനിക്ക് കുറച്ച് ലെങ്തി ക്യാരക്ടേഴ്സ് വേണം. അപ്പോഴത്തേക്ക് ഷംസു ഇങ്ങനെ, നീയൊക്കെ ഇപ്പൊ വലിയ ആളായില്ലേ, നമ്മുടെ പടമൊന്നും വേണ്ടെന്ന് പറയില്ല. ഞാൻ പറയണ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ടാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് പറയണേ, മൈച്ചേട്ടന്റെ പടമായിരുന്നു, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ശരി, മൈച്ചേട്ടന്റെ പടമാണ്, എന്നാ ഞാൻ എന്തായാലും ഉണ്ട്. പിന്നെ അങ്ങനെയാണ് മൈച്ചേട്ടൻ എന്നെ വിളിച്ചിങ്ങനെ പറയുന്നത്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് 2 പേരുണ്ട്, അതിലിപ്പോ ഒന്ന് ദീപയാണ്, പിന്നെ ഒന്ന് ഞാനാണ്. അപ്പൊ ഞാൻ ആരുടെ പേരാന്നുള്ളത് അന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ, ഈ ഡീറ്റെയിലിങ്ങില് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ യൂഷ്വലി കണ്ടുവരുന്ന ഇപ്പൊ ഒരു മുസ്ലിം ഗ്രാമത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ യൂഷ്വലി കാണുന്ന ഡ്രസ്സുകളൊന്നും അല്ല ഈ പടത്തിലുള്ള. ഇപ്പൊ എന്റെ ആണെങ്കിൽ തന്നെ അതിലൊരു കാഫ്താനാണ് ഡ്രസ് ഉള്ളത്. അപ്പൊ അതിലൊക്കെ ഒരു ഡ്രസ്സിന്റെ പേരാ എന്തായിരുന്നു, അതുപോലെ അറിയാത്ത ഒരു ആക്ടറെ വെച്ച് ഞാനൊരു സിനിമ ഉണ്ടാക്കി. കഫ്താനോ? പേര് മാറ്റണോ? അല്ലല്ല, ഞാൻ ചോദിച്ചാണ്. ഞാൻ ചട്ടമുണ്ട് പോലത്തെ ഒരു പരിപാടിയാണ്.
എനിക്ക് തോന്നുന്നു അത് രാധിക അത് കുറച്ച് aesthetic പരിപാടി പിടിച്ചാണ്. ഞാൻ നോക്കിയപ്പോ ചട്ടയും ഉണ്ട് എന്നാണ് വെളുത്തിട്ടാണ്, എനിക്ക് ഓഫ് ആയിട്ടാണ്. ഈ പെങ്കൊച്ചെന്തോ ചാര കളറിലൊരു സാധനം എടുക്കുന്നുണ്ട്, ചട്ടയും കൊണ്ട് തന്നെ പരിപാടി. സംശയം ഉണ്ടെങ്കിൽ ആ ഇത് നോക്കിക്കോ. ഇതില് കാണുന്നില്ലല്ലോ. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ചട്ടയും കൊണ്ടും പോലത്തെ സംഭവമാണ്, അതല്ലാതെ വേറെ ഒരെണ്ണം കഫ്താനാണ്. കണ്ടാ അറിയാം ചട്ടയും കൊണ്ടുമാണ്. എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ കഫ്താനെങ്കിൽ കഫ്താൻ. അല്ല, ഈ ക്ലൈമാക്സിലൊക്കെ വരുന്നത് കഫ്താനാണ്. അതിനെ ക്ലൈമാക്സിൽ വേറെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കഫ്താൻ. ഓക്കെ, ബാക്കി പറ. അതന്നെ. പിന്നെ കഫ്താൻ ചേട്ടന്റെ ചട്ടയും കൊണ്ടും ഈ ചട്ടയും കൊണ്ടും പോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഈ കഫ്താൻ പോലത്തെ ഒരെണ്ണമുണ്ട്. അപ്പൊ അത് പിന്നെ ഈ കയ്യില് മൈലാഞ്ചി ഇടുന്ന ഒരു സംഭവം, ഒരു കല്യാണ സമയത്ത്. അപ്പൊ ആ മൈലാഞ്ചിയുടെ ഡിസൈൻ പോലും അതും കൂടി ഇയാൾ ചെയ്തെന്ന് പറയണത്തിട്ടാ ആണെന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല, എന്നോട് അങ്ങനെ അത് ഞാൻ ഡീറ്റെയിൽ ചെയ്താണ്, അതും ഞാൻ എന്റെ റിസർച്ച് ആണെന്ന് മച്ചേട്ടൻ പറഞ്ഞു. അപ്പൊ അതുപോലും യൂഷ്വലി നമ്മൾ കാണുന്ന കിട്ടുന്നിടത്തൊക്കെ നമ്മൾ പൊങ്ങാന്നല്ലാതെ എനിക്കതല്ല വിനയ്, നമുക്ക് പി ആർ ആരില്ല, അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഇവൾക്കൊക്കെ രണ്ടുപേരൊക്കെ പി ആർ, അത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റക്ക് പറഞ്ഞാൽ ഫേസ്ബുക്കിന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന എടുക്കാൻ വേറെ ആളുകൾ പരിപാടിയാണ്. നമുക്കിതൊന്നുമില്ല, നമ്മൾ തന്നെ പൊക്കി പറയാന്നല്ലാതെ. കഫ്താൻ. ഓക്കെ, ബാക്കി പറ. സത്യമായിട്ടില്ല, ഞാൻ തന്നെ പണിയെടുക്കുന്ന അപ്പൊ മൈലാഞ്ചിയുടെ ഡിസൈനും ഒക്കെയും യൂഷ്വലി നമ്മൾ കാണുന്ന മൈലാഞ്ചി ഡിസൈൻ ഒന്നല്ല. ഒരു ഇന്റർനെറ്റിലൊക്കെ അടിച്ചു നോക്കണം, എന്തോരം ഡിസൈൻ. ഇല്ല, ഇത് അങ്ങനെയൊന്നും അല്ല. അല്ല, നിങ്ങളൊന്ന് അതേപോലത്തെ ഒരു ഡിസൈൻ നിങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടുപിടിച്ചതാ? അതൊന്നും അല്ല. ഇത് ഞാൻ എന്റെ ഭാര്യ, കുട്ടി, ഇവരുടെ കയ്യിലൊക്കെ ഞാൻ ഇട്ട് ട്രൈ ചെയ്ത് ഇത് പെർഫെക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം എന്റെ മനസ്സിലിങ്ങനെ ഒരു ഇന്റർവ്യൂലും രാധികയുടെ ക്യാരക്ടറിന്റെ ഒരു സോള് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഇന്റർവ്യൂർ ഇങ്ങനെ ചോദ്യമൊക്കെ റെഡിയാക്കിയിട്ട് ഒരു ഫുൾ ഇന്ത്യ ചോദിക്കാം സമ്മതിക്കണ്ടേ, കുട്ടിക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ആലോചിച്ചോക്കെ, ഇന്റർവ്യൂരും മറ്റേ നിഘണ്ടു മറ്റേ എസ് എഴുതി കൊണ്ടുവന്നേക്കാണ് രാധികയോട് ചോദിക്കാൻ വേണ്ടിട്ട്. 3 പേരോടും കൂടെ ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ ആ കുട്ടിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചേട്ടാ, എന്ത് നല്ല ഇന്റർവ്യൂ ആയിരുന്നു ചേട്ടാ. അതാ കൊച്ചിന് അധികം പണിയെടുക്കണം, കൊച്ചിന് മോശം പറയണം എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ അത്രക്ക് കോപ്പറേറ്റീവ് ആയിരുന്നു ഞങ്ങള്. പിന്നെ എന്റെ ക്യാരക്ടർ റംലു എന്നാ പേര്. അപ്പോ റംലുവിന്റെ ലൈഫിൽ നടന്നൊരു ഇന്റർവ്യൂ കഴിയുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞു തീർക്കണം കേട്ടോ. അതല്ല, ഇതിനൊരു സമയം തൊട്ടേ ഇന്റർവ്യൂവിന്, അതായത് രാവിലെ മുതൽ തന്നെ ഞാൻ കഫ്താൻ 10 മിനിറ്റ് ഇടും, കഫ്താൻ പറയാൻ വേണ്ടി മാത്രം. അതിന് മജുവിന്റെ മൈലാഞ്ചിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞ് വേറെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ക്യാരക്ടറിലേക്ക് എത്തിയേക്കുന്നത്. ഇനി ക്യാരക്ടർ എന്ന് കഴിയും. വിനയ്, ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടേ, ഇവര് കഫ്താൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അത് കഫ്താൻ എന്താന്ന് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. പക്ഷേ ഞാൻ ചോദിച്ചില്ല, പറയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ ഇടയ്ക്കേറിയല്ല, ഞാനത് മനസ്സിലാക്കാന്ന് സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ചാണ്. ഇതുവരെ ക്യാരക്ടറിന്റെ സോൾ എത്തിയിട്ടില്ല. അപ്പൊ റംലു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ റംലു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. റംലുവിന്റെ അപ്പൊ റംലുവിന്റെ ലൈഫില് നടന്നൊരു കാര്യം, അത് റംലുവിന്റെ ലൈഫിനെ നല്ല രീതിയിലല്ല കൊണ്ടുപോയത്. അപ്പൊ അതുപോലത്തെ ഒരു കാര്യം ഫാത്തിമയുടെ ലൈഫില് ദീപയുടെ ക്യാരക്ടർ ക്ലൈമാക്സ് പറയൂ. ഇല്ല, ക്ലൈമാക്സ് പറയില്ല. അതായത് ഇവരൊരു ദീപയുടെ ക്യാരക്ടറിന് സംഭവിക്കരുത് എന്നുള്ളൊരു കൺസേണിന്റെ പുറത്ത് ദീപനെ ഹെൽപ്പ് ചെയ്യുന്നു സേവ് ചെയ്യാൻ. റംലുവിന്റെ ക്യാരക്ടറിന് ഒരു റെസൊല്യൂഷൻ മഹാനായ എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് ഒന്നും ധാരണയില്ല. പുള്ളി ഡിസൈനിൽ നിൽക്കുകയാണ്. പറയുന്നത് എൻറ്റയർ സ്ക്രീൻ പ്ലേയില് മജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് റംലു. അതിനെ കുറിച്ചൊന്നും രാധികക്ക് ഒരു ഐഡിയ ഇല്ല. മൈലാഞ്ചിയും കഫ്താനിലാണ് നിൽക്കുന്നത്. ശരി, അത് ഞാൻ പറയാം.
പക്ഷെ അത് ഞാൻ പറഞ്ഞ അല്ല, അത് പറഞ്ഞില്ല. കഥയോ അത് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും എന്തെങ്കിലുമൊക്കെ പുറത്തു ഈ സെറ്റിൽ ഇങ്ങനെ തന്നെയാണ് ഇവരെല്ലാരും വിനയ ആദ്യമൊക്കെ സെറ്റിൽ ഇങ്ങനെ പറയുമ്പോ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിക്കണ വിനി സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന. ഞാൻ വിനയുടെ കൂടെ ഞാൻ മുന്നേ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് വിനയെ, പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ വിനയ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ ഒരിക്കും ശരിക്കും പറയാ, നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാ, ശരിക്കും നല്ലത് പറയാം. എനിക്ക് സത്യമായിട്ട് ഇപ്പഴാണ് മനസ്സിലാവുന്നത്. എന്നപ്പോ ഞാനൊരു വിഡ്ഢിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇന്നാണ് ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതെ അതെ അതങ്ങനെ ഞാൻ മീൻ ചെയ്തു, ഞാൻ ബാക്കി പറഞ്ഞൊക്കെ മീൻ ചെയ്തു. എന്നാൽ അത് മെയിൻ അത് ഓരോന്നും അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് സീരിയസ് ആണെന്നുള്ളതല്ലേ. രാധികനെ എനിക്ക് തോന്നുന്നു ഞാൻ പുകഴ്ത്തിയ പോലെ ലോകത്ത് ഒരാൾ പുകഴ്ത്തിയിട്ടില്ലതാണ് എൻ്റെ ഒരു എനിക്ക് പേടിയാ. അജിന് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. മറ്റേ നമ്മുടെ മുകുന്ദനുണ്ടെങ്കില് പറയും മിണ്ടാണ്ടിരിക്കാൻ മിണ്ടായിരിക്കാം. അപ്പൊ പൊക്കോളത് ആ റിയാക്ഷനെ പെട്ടെന്ന്. ഈ ഇപ്പൊ ശരിക്കും മലയാള സിനിമയ്ക്ക് ഭയങ്കര ഗോൾഡൻ ടൈമാണല്ലോ. ഈ അതിന് തുടക്കം കുറിച്ചത് ശരിക്കും ആട്ടമാണ്. ആട്ടത്തിൽ നിന്നാണ് പിന്നെ ഒരു ബൂം സംഭവിക്കണേ. ശരിക്കും എങ്ങനെ ആ ഒരു പീരീഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണേ എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ? ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. നമ്മുടെ വീട്ടിലൊരു സംഭവമാണ് ഇത് ശരിക്കും മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇന്ത്യയിലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഇൻഡസ്ട്രി നമ്മുടെയാണ്. ഏറ്റവും സോൾഫുൾ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി നമ്മുടെയാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന റീച്ചോ മാർക്കറ്റോ ഒന്നും ഇല്ല. അപ്പൊ റീസെന്റ് നടന്ന ഏറ്റവും നല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ആട്ടമതിനൊരു തുടക്കമായി എന്നുള്ളതിൽ അതിയായ സന്തോഷം. പക്ഷെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമൽ പോലെയുള്ള സിനിമകൾ നമ്മുടെ സിനിമക്ക് ചെന്നൈ, ഹൈദരാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം നമ്മളുടെ ഇൻഡസ്ട്രി വലുതാകുകയാണ്, നമ്മളുടെ മലയാള സിനിമക്ക് കാഴ്ചക്കാർ കൂടുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ഇനിയും നമ്മുടെ മാർക്കറ്റ് വലുതാകുമ്പോൾ നമ്മുടെ സിനിമക്ക് ഡിമാൻഡ് കൂടും, നമുക്ക് ഇനിയും വലിയ സിനിമകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. ഡെഫിനറ്റ്ലി മലയാള സിനിമയുടെ ഗോൾഡൻ പീരീഡ് ആണ്. അതിലൊരു കോൺട്രിബ്യൂഷൻ ആട്ടെ പെരുമാനി എന്നുള്ളതാണ്. ഇയാളുടെ ഒരു പ്രൊമോഷന്റെ അനാസ്ഥ മാത്രമേ എനിക്ക് പേടിയുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര കോൺഫിഡന്റ്. കാര്യം ഇതിന്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ഈ സിനിമ പെരുമാനി എന്നുള്ള സിനിമ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രൗഡാണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ പ്രോസസ്സ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിനെസ്സോടുകൂടി ചെയ്തതാണ്. അപ്പൊ അതിന്റെ റിലീസിനും എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തണം. ഇനീഷ്യലി തന്നെ ആളുകൾ തിയേറ്ററിൽ സിനിമ കാണും. എന്തായാലും ആദ്യത്തെ 2 ദിവസമൊക്കെ ആളുകൾ വരെ എന്തായാലും മജുവിന്റെ പടം കാണാനായിരിക്കും. ഈ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആരും സിനിമ കാണാൻ വരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അവരെല്ലാവരും അങ്ങനെ പ്രൂവ് ചെയ്ത ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാനിപ്പോ ഈ അപ്പൻ പ്രൂവ് ചെയ്തുകൊണ്ട് ഞാൻ തമാശ പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഈ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന തമാശയാണെന്ന് അറിയാം. മജൂര് സീരിയസ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അതല്ല, ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പിന്നെ ഇങ്ങനെ തലന മജൂന സീരിയസ് ആയിട്ട് ആളുകളെ എടുത്തിട്ട് ഉടുത്തുകളെ. ഒരു കാര്യം സത്യം പറയണം, അതായത് ഞാൻ ഈ മറ്റേ നമുക്ക് ആദ്യമേ ടീച്ചറെ കിട്ടുമല്ലോ. ഞാൻ എല്ലാരും കാണിക്കുമ്പോൾ ആളുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാണ് ഇത് ഏത് ഡയറക്ടറിന്റെ പടം. അപ്പൊ ഞാൻ പറയും അപ്പന്റെ ഡയറക്ടറിനെ എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിരിക്കുമല്ലോ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആളുകളുടെ ക്രിയേറ്റ് ചെയ്യാൻ അതിനേക്കാൾ പ്രഷറിനേക്കാൾ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ആദ്യത്തെ ദിവസം ഇപ്പം ആ സമയത്തൊക്കെ ഒരുപാട് ഇപ്പോൾ നടികറും അല്ലെങ്കിൽ മറ്റേ മലയാളി ഫ്രം ഇന്ത്യൻ ന്യൂവിൻ്റെ പടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിന് കിട്ടുന്ന നമ്മളിനി എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും അതിന് കഷ്ടപ്പെടണം ഇനിയാണെങ്കിലും എന്തായാലും ആ ഒരു പുഷൊന്നും എന്തായാലും ഫസ്റ്റ് ഡേ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കിട്ടിയല്ല. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഇവരോടൊക്കെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാ. പിന്നെ പ്രേക്ഷകരോട് ഞാൻ 10-65 സിനിമകൾ അഭിനയിച്ച ഒരാളാണ്. സിനിമ നല്ലതാണെങ്കിൽ, സിനിമ ജനങ്ങളെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ആട്ടം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കി, ആട്ടത്തിൽ ആകെ നോൺ ഫേസ് ഞങ്ങൾ 2 പേരാണ്. അല്ലെങ്കിൽ ഷാജേട്ടൻ കുറച്ചുള്ളൂ. പക്ഷെ ആട്ടം യുനാനിമസ്ലി ആക്സെപ്റ്റഡ് സിനിമ. അപ്പൊ സിനിമ നല്ലതാണെങ്കിൽ പിന്നെ ആട്ടത്തിൽ നിന്ന് പെരുമാനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെരുമാനി കുറച്ചും കൂടെ അബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സോണുള്ള ഈ പെരുമാനി എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇയാള് ക്യാമറമാനും കൂടെ ഡിസൈഡ് ചെയ്തതും മറ്റേ ഷോർട്ട് ഡിവിഷൻ നടത്തിയതൊക്കെ ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പെരുമാനിക്ക് പെരുമാനിയുടേതായ
സ്പേസ് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും അപ്പനിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു കളർഫുൾ സിനിമ തന്നെയാണ്. ഇത് തിയേറ്ററിക്കൽ എന്റർടൈനർ പടമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന്റെ അതോടൊപ്പം തന്നെ മഞ്ജു ആസ് എ റൈറ്റർ ഫിലിം മേക്കർ ആ ഒരു സോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ഒരു പുതുമയുള്ള ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആകെ ചലഞ്ച് ഈ പറയുന്ന ഏറ്റവും അടുത്ത് വെള്ളി ശനി ഞായർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരിക എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ ലോങ് റൺ ഉണ്ടാകുക. പ്രത്യേകിച്ച് ഇത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സിനിമകളുടെ ഇടയിലാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള നിവിൻ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുക, ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു നിവിനെ നമ്മൾ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും കാണുന്നുണ്ട്. ശരിക്കും എങ്ങനെ ആസ് എ ഫ്രണ്ട് കാണണം? കാരണം ഒരുപാട് ആഗ്രഹിച്ചൊരു നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഫേസ്? ശരിക്കും നമുക്ക് ഓൾറെഡി ഹോപ്പ്, ഈ പറയുന്ന പോലെ ഇത് പുറത്തുള്ള ആളുകളുടെ പറച്ചിലാണ്. പക്ഷെ നിവിൻ, ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ നിവിൻ കൊടുത്തിട്ടുള്ള കോൺസ്റ്റന്റ്ലി ഹിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിൽ വേറൊരു യുവനടനും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടിന്യൂസ് ഹിറ്റ്സ്, ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് ചെയ്ത ആളാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഗുഡ് ഫേസ് ബാഡ് ഫേസ് ഉണ്ടാവില്ല. നിവിൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പിന്നെ ഭയങ്കര രസമുള്ള കോ ആക്ടറാണ്. കോ ആക്ടേഴ്സിനൊരു ലക്ഷറിയാണ് നിവിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. നിവിൻ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ വേറെ ചില ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഇൻസെക്യൂർഡ് ആവും. നമ്മൾക്ക് എങ്ങനെ എന്തെങ്കിലും സ്പേസ് കൂടുമ്പോൾ എന്നൊക്കെയുള്ള തരത്തിലൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല. ഭയങ്കര, അപ്പോൾ നിവിൻ ഇതല്ല, നിവിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നതിൽ ഒരു റോൾ വെച്ചിട്ട് മെഷർ ചെയ്യാനൊന്നുമല്ല. ഇയാളെ ഈ പറയുന്ന എത്രയോ മനോഹരമായിട്ടുള്ള ഗംഭീര സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള എന്റർടൈനേഴ്സ് ഉള്ള സിനിമകളുടെ ആളാണ് നിവിൻ. അത്തരം എന്റർടൈനേഴ്സ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വരും. അത് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്, ഒട്ടും ഡൗട്ടില്ല. ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ ഈ പറഞ്ഞ പോലെ അത് പിടിച്ചാണ് പെരുമാനി വരുന്നത്. ഭയങ്കര ഈ ഒരു വേൾഡിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ ടീച്ചറിൽ കാണിക്കില്ല ഫ്രം ദി ഡയറക്ടർ ഓഫ് അപ്പൻ, അത് ഇപ്പോൾ മജേട്ടനില്ലാത്ത കുറേ സിനിമ ഗ്രൂപ്പുകളിലൊക്കെ ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഭയങ്കര പ്രതീക്ഷകൾ ഉണ്ട് സിനിമയ്ക്ക്. നമ്മളൊക്കെ തന്നെ ചെയ്യുന്നതാണ്. ആദ്യ ഗ്രൂപ്പിൽ വിജയിച്ചിട്ടില്ല. ഞാൻ എന്റെ പിള്ളേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫ്രം ദ ഡയറക്ടർ ഓഫ് അപ്പൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ചോദിച്ചു ബാക്കി ചോദിക്കാൻ എന്നെ കുറിച്ചല്ലേ ചോദിക്കുക? അല്ല, അത് ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോ മെയ് 10 ആ പ്രതീക്ഷ തന്നെ ജനങ്ങളെ തിയേറ്ററിലേക്ക് വലിയ രീതിയിൽ എത്തിക്കുമെന്ന് കുറച്ച് പ്രതീക്ഷയൊക്കെ കേട്ടോ. ആട്ടത്തില് വെച്ചാല് തമാശ സിനിമ അത്യന്തിയോട്ട് ഇയാളുടെ സിനിമയാണ്. പൂർണ്ണമായിട്ടും ഈ സിനിമയുടെ A to Z കാര്യങ്ങളില് അല്ലെങ്കിൽ മജുവിന്റെ സിഗ്നേച്ചറുള്ള സിനിമയാണ്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല നേരത്തെ, അതായത് ഞാനൊരു ടീച്ചർ കാണിച്ചിട്ട് ഒരാളോട് പറയുമ്പോൾ അയാൾ ഏത് ഡയറക്ടറാണെന്ന് പറയും, അപ്പന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അപ്പം നല്ലതാണല്ലോ, അവർ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ് പടത്തിന്. അപ്പോൾ ആ സ്ട്രെങ്ത് ഈ പറഞ്ഞ നിങ്ങൾക്കും കരിയറിൽ വലിയൊരു സ്ട്രെങ്ത് ആവട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.